90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ഇന്നത്തെ എൻകൗണ്ടറിലെ അതിഥികൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് M. സ്വരാജ് MLA, KPCC ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല, BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് എന്നിവർ. ആദ്യം M. സ്വരാജിലേക്ക്. M. സ്വരാജ്, ഇന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെതായി വന്ന പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇതിനെ ഒരു രാഷ്ട്രീയ നീക്കം എന്ന രീതിയിൽ BJP അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് BJP ഇതര സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന നീക്കമെന്നാണ് സീതാറാം യെച്ചൂരി പ്രതികരിച്ചത്. ഇതേ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ലൈഫ് മിഷൻ CEO UV ജോസും യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറും ചോദ്യം ചെയ്യലിന് വിധേയനാവുകയാണ്. ഒരു ഐഫോൺ താൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നും അത് സന്തോഷ് ഈപ്പൻ കൊടുത്ത ഐഫോണാണെന്നും അദ്ദേഹം പറയുന്നു. ലൈഫ് മിഷൻ കേസിൽ സർക്കാരിനെ തന്നെ ഒരുപക്ഷെ ഈ CBI കേസുമായി ബന്ധിപ്പിക്കാവുന്ന തരത്തിൽ ഐഫോൺ കോഴ വാങ്ങിയ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കായി ED അന്വേഷണം നടത്തുമ്പോൾ അത് BJPയുടെ ഒരു രാഷ്ട്രീയമായ BJP ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമെന്ന കേന്ദ്ര കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് നിലനിൽക്കുമോ? അതിൽ രണ്ട് കാര്യമാണ്. ഒന്നാമത്തേത്, ഇപ്പം അങ്ങ് പറഞ്ഞ കേരളത്തിലെ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി മുൻ സെക്രട്ടറിയെ സംബന്ധിച്ച് ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പോൾ ഇന്ന് നടന്നു എന്ന് പറയുന്ന ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന വാർത്ത, ആ വാർത്തയുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് ഇന്നത്തെ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ CPIM കേന്ദ്ര നേതൃത്വം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നത് അങ്ങയുടെ ഒരു വ്യാഖ്യാനമാണ്. ഞാനതിനെ അങ്ങനെയല്ല കാണുന്നത്. CPIM കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട്, അവർ പറഞ്ഞിട്ടുള്ള കാര്യം ഇന്നത്തെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ളതല്ല, അതിൻ്റെ പശ്ചാത്തലത്തിലുള്ളതുമല്ല. അത് പൊതുവായ ഒരു രാഷ്ട്രീയ വിലയിരുത്തലാണ്. ആ രാഷ്ട്രീയ വിലയിരുത്തലിന് തന്നെ ഒരു ചരിത്രവുമുണ്ട്. ആ ചരിത്രം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സർക്കാരുകൾക്കെതിരെ, ഗവൺമെൻറ്റുകൾക്കെതിരെ, ഇഷ്ടമില്ലാത്ത നേതാക്കന്മാർക്കെതിരെ ഒക്കെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നത് ഏറെ നാളായി നിലനിൽക്കുന്ന ഒരു വിമർശനമാണ്. ആ വിമർശനം പലപ്പോഴും ഉയർത്തിയിട്ടുള്ളത് ഞങ്ങളല്ല, പക്ഷേ ആ വിമർശനത്തോട് യോജിക്കുകയാണ് ഞങ്ങളെല്ലാം ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവന, ഈ സമീപ ദിവസങ്ങളിൽ നമ്മുടെ മുൻപാകെ വന്നിട്ടുള്ള ചില വാർത്തകൾ, ആ വാർത്ത ഈ അന്വേഷണ സംഘം പല നടപടികളും സ്വീകരിക്കുന്നതിന് തൊട്ട് മുൻപ് BJP നേതൃത്വം ചില ആഹ്വാനങ്ങൾ, ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ പറയുന്നു, ഇവർ നടപ്പാക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. മലയാളിയായ കേന്ദ്രമന്ത്രി പലപ്പോഴും തൻ്റെ സ്ഥാനവും നിലയും ഒക്കെ മറന്ന് ഒരു ആക്രമണത്തിനുള്ള ആഹ്വാനം അന്വേഷണ ഏജൻസികൾക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നു. അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതായിട്ടും കാണുന്നു. അന്വേഷണ ഏജൻസികളുടെ കൈവശമുള്ള മൊഴി, ആ മൊഴിയുടെ പകർപ്പ് പ്രതിയുടെ അഭിഭാഷകന് പോലും നൽകുന്നില്ല, അതിൻ്റെ ഗൗരവവും പ്രത്യേകതയും ഒക്കെ കണക്കിലെടുത്ത്. പക്ഷെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത ചില ഭാഗങ്ങൾ മാത്രം കണ്ടശയായി മാധ്യമങ്ങളിലൂടെ വന്ന് അത് രാഷ്ട്രീയ ആക്രമണത്തിനുള്ള ആയുധമാക്കി കൊടുക്കുന്നതിന് പരിസരം സൃഷ്ടിക്കുന്നു. ഇതൊക്കെ ഈ അന്വേഷണ നടപടികളുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലും വേണം ഈ പ്രസ്താവനയെ പരിഗണിക്കാൻ. അതല്ലാതെ ഇന്നിപ്പോൾ നടന്ന ചോദ്യം ചെയ്യൽ, ഇന്ന് സെക്രട്ടറിയെ ചോദ്യം ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ ലൈഫ് മിഷൻ്റെ CEOയെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കി എന്നതുമായി ബന്ധപ്പെട്ടല്ല ഈ വിഷയത്തെ കാണേണ്ടത്. അത് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായാണോ മുഖ്യമന്ത്രി ഈ സംസ്ഥാന സർക്കാരുകളെ, BJP ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ഈ കേന്ദ്ര ഏജൻസികൾ ഏതു വന്നാലും അന്വേഷണമായിക്കോട്ടെ എന്ന നിലപാട് സ്വീകരിച്ചത്? രണ്ടും രണ്ടാണ്. ഒന്ന്, ഏത് ഏജൻസിയും വന്ന് അന്വേഷിക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴി നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കാനുള്ള അധികാരം കേന്ദ്ര ഏജൻസിക്കാണ്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെട്ട ഭീകരപ്രവർത്തന ബന്ധം അതുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനുള്ള അധികാരവും കേന്ദ്ര ഏജൻസിക്കാണ്. ഇതുമായെല്ലാം ബന്ധപ്പെട്ട അന്ന് ചർച്ചയിൽ വന്ന കള്ളപ്പണം ഇടപാട്, അതും അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്ന നിലയിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ സത്യസന്ധമായി കാര്യങ്ങൾ പുറത്തു വരണം എന്ന ആഗ്രഹമുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ തലവൻ ചെയ്യേണ്ടതാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. അവരന്വേഷണം നടങ്ങി അന്വേഷണവുമായി മുൻപോട്ട് പോവുകയാണ്. ആ അന്വേഷണത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അതിനിടയിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും
സംശയാസ്പദമായ സാഹചര്യങ്ങളും വിലയിരുത്തി കൃത്യമായി പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ്. മുഖ്യമന്ത്രി അത് പറയേണ്ട സമയമായിട്ടില്ല. അദ്ദേഹം പറയേണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു. അല്ല, ഒരു നിമിഷം, അത് ഏത് സമയമായിരിക്കും? അതിപ്പോൾ നമ്മൾ ചർച്ചയിൽ എങ്ങനെ പറയാൻ പറ്റുക? അത് മുഖ്യമന്ത്രി പറയേണ്ട സമയം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു ഗവൺമെന്റിന്റെ തലവനാണ്. ആ ബോധം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇവിടുന്ന് ചില ആളുകൾ കേന്ദ്രമന്ത്രിയായിട്ട് പോയിട്ട് പിന്നെ കേന്ദ്രമന്ത്രി പദം എന്ന ആ ചുമതല അതിന്റെ വ്യാപ്തി ഉൾക്കൊള്ളാൻ കഴിയാതെ BJPയുടെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുടെ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു നില നമ്മൾ കാണുന്നുണ്ട്. BJP മണ്ഡലം സെക്രട്ടറിയെ ഞാൻ ആക്ഷേപിക്കുന്നതല്ല, അതൊരു പ്രധാനപ്പെട്ട ചുമതലയാണ്. പക്ഷേ ആ ചുമതല നിർവഹിക്കാനല്ല ഒരാൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായ ചുമതലകളുണ്ട്. ആ ചുമതലകൾ അവർ നിർവഹിക്കുകയും ചെയ്യും. അതിൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാവേണ്ട കാര്യമില്ല. പാർട്ടിയുടെ നിലപാട്, പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് ഞാൻ മുൻപ് പറഞ്ഞ പശ്ചാത്തലത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള നിലപാടാണ്. അല്ല, പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ, അതിന് പാർട്ടി അംഗമാവട്ടെ, പാർട്ടി അംഗത്തിന് പുറത്തൊരു സാധാ വോട്ടർ ആവട്ടെ, മുഖ്യമന്ത്രിയോട് പത്രക്കാർ ചോദിക്കുന്നു, ഈ അന്വേഷണം ശരിയായ ദിശയിലാണോ പോകുന്നത്? മുഖ്യമന്ത്രി പറയുന്നു, ഈ നിമിഷം വരെയും ശരിയായ അന്വേഷണ ഗതിയിലാണ് ഈ അന്വേഷണം പൊക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പാർട്ടിയുടെ എല്ലാ ബോഡികളും, എല്ലാ പാർട്ടിയുടെ മെഷീനറിയും ഒന്നടങ്കം പറയുന്നു, അന്വേഷണത്തിന് രാഷ്ട്രീയമുണ്ട്. ഒരു വോട്ടറെ സംബന്ധിച്ച്, ഒരു പൗരനെ സംബന്ധിച്ച് പാർട്ടിക്കൊരു നിലപാട്, സർക്കാരിനൊരു നിലപാട്, അത് ദഹിക്കില്ലല്ലോ സുരേഷ്. ഇല്ല, അത് നിങ്ങളുടെ ഒരു വ്യാഖ്യാനമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കാനിടയുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ നമ്മുടെ ചർച്ച കേൾക്കുമ്പോൾ ദൂരീകരിക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി ഏറ്റവും ഉന്നതമായ ഭരണഘടനാ സ്ഥാനത്തിരുന്നു കൊണ്ട് രാഷ്ട്രീയ നേതൃത്വം പറയുന്ന അതേ വാചകത്തിൽ അതേ നിലപാട് പറയാൻ അദ്ദേഹം തയ്യാറാവേണ്ടതുമില്ല. പിന്നെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞൊരു പ്രസ്താവനയെ കുറിച്ചല്ല നിങ്ങൾ പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ ഈ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് താങ്കൾ പറഞ്ഞ പോലെ പ്രതികരിച്ചതായിട്ട് എന്റെ ശ്രദ്ധയിലില്ല. അല്ലല്ല, ഇന്ന് പ്രതികരിച്ചതല്ല, ഇതിനു മുമ്പുള്ള ഇന്നത്തെ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. പറയട്ടെ, ഓരോ ദിവസവും ശരി. അല്ല, ഇന്നലെ പ്രതികരിച്ചതാണോ? തൊട്ട് മുമ്പ് നടന്ന മാധ്യമങ്ങളുടെ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം പറഞ്ഞത് ആയിട്ടില്ല, പറയട്ടെ. അതായത് ഒരു 4 ദിവസം മുമ്പ് നടന്ന മാധ്യമ സമ്മേളനത്തിൽ വരെ തുടർച്ചയായി ചോദിക്കുന്നു, അന്വേഷണം ശരിയായ ദിശയിലാണോ? CPI നിലപാട് സ്വീകരിച്ചപ്പോൾ ചോദിച്ചു, ശരിയായ ദിശയിലാണോ? CPM കോടിയേരി ബാലകൃഷ്ണൻ പറയുന്ന ഘട്ടത്തിലും ചോദിച്ചു. അപ്പോഴും അദ്ദേഹം സ്വീകരിച്ച നിലപാട്, അത് പാർട്ടിക്ക് അങ്ങനെ പറയാം, എനിക്കത് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അങ്ങ് പറയുന്നു, അത് സമയമാകുമ്പോൾ പറയാം. അപ്പോൾ സമയം ഏത് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാവില്ല. അതാണ് പറഞ്ഞോളൂ, അങ്ങ് ചോദ്യം മുഴുവനായിക്കോളൂ. അത് തന്നെയാണ് ഈ സമയം ഏത് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിലെ ചോദ്യം. അതല്ലെങ്കിൽ പാർട്ടിക്കും സർക്കാരിനും രണ്ട് നിലപാടെന്നൊരു ആശയഗതിയിലേക്ക് പോകും. അതെന്തിനാണ് അങ്ങനെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യം സുരാജ്? അങ്ങനെയല്ല, ഞാനതാണ് പറഞ്ഞത്. പാർട്ടി നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് മുൻപോട്ട് പോവുക. ആ ഉത്തരവാദിത്വം തന്നെ ഏറ്റെടുക്കാനാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നതിൽ അർത്ഥമില്ല. മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിക്കും. ഈ അന്വേഷണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായ പ്രകടനം വന്നാൽ അതിന് പാർട്ടി നേതൃത്വം പറയുന്നതിനേക്കാൾ മറ്റൊരു തലത്തിലുള്ള പ്രസക്തി കൂടി കൈവരും. അപ്പൊ ഇതിനെക്കുറിച്ചെല്ലാം അറിയുന്നവരാണല്ലോ മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും എല്ലാം. പാർട്ടി നേതൃത്വം പറയേണ്ടത് പാർട്ടി നേതൃത്വം പറയും, മുഖ്യമന്ത്രി പറയേണ്ടത് മുഖ്യമന്ത്രി പറയും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കുന്നു താങ്കൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ അവശേഷിക്കുന്ന സംശയം ദൂരീകരിക്കപ്പെടും. ഒറ്റ കാര്യം കൂടി മറ്റതിഥികളിലേക്ക് എത്തും മുമ്പ്, പക്ഷേ ഇത് സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ പ്രതികരിക്കുന്നത്. ഇത് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കുറിച്ചുള്ള പരാമർശം പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാഷയാണ്. ഇത് രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയുമ്പോൾ പാർട്ടി ഭാഷയാണ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയെക്കുറിച്ച് വിമർശിക്കുമ്പോഴും പാർട്ടി സെക്രട്ടറിയുടെ ഭാഷയാണ്. അപ്പോഴൊന്നും ഈ ഫെഡറൽ തത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ മെഷീനറിയുടെ തലപ്പത്തിരിക്കുന്നയാൾ എന്നൊരു പ്രതികരണ ഭാഷയല്ലല്ലോ മുഖ്യമന്ത്രിക്ക്. അതെനിക്ക് തോന്നുന്നു അങ്ങയുടെ വിലയിരുത്തലിന്റെ ഒരു പരിമിതിയാണ്. കാരണം ഈ പറഞ്ഞ ആളുകളുടെ പ്രസ്താവനകളെയും സമീപനങ്ങളെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിക്കുമ്പോഴും മുഖ്യമന്ത്രിയായി തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങിപ്പോൾ ഇങ്ങനെ ഉന്നയിച്ചതുകൊണ്ട് ഇത് കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്താം. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കേരളത്തിൽ 2-3 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു. പ്രധാനമായും ഏറ്റവും ഒടുവിൽ വെഞ്ഞാറമൂട്ടിലുണ്ടായ സംഭവവും അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള സംഭവം, കുന്നംകുളത്തിനടുത്തുണ്ടായ സംഭവം. ഈ 2 വിഷയങ്ങളാണ് ഈ അടുത്ത സമയത്ത് നല്ലതുപോലെ ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ള കേരളത്തിലെ കൊലപാതകങ്ങൾ. ആ സന്ദർഭത്തിൽ ഇതുപോലെ ചർച്ചയിൽ വന്നിരുന്ന സമയത്ത് BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ചില സുഹൃത്തുക്കൾ ഞങ്ങൾക്കെതിരായിട്ട് ഉയർത്തിയ ഒരു വിമർശനം, ഇതാ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ഇത് ഇന്നയാൾ കൊന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ എന്നാണ്. പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ചൂണ്ടിക്കാണിച്ച് രണ്ട് തട്ടിൽ എന്ന് ആക്ഷേപിക്കുന്നതല്ല ശരി, അതല്ല ഉചിതം. ഓരോ ചുമതല നിർവഹിക്കുന്നവരും ആ ചുമതലയുടെ ഗൗരവത്തിനും അതിൻ്റെ വ്യാപ്തിക്കും തങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഭരണഘടനാ ബാധ്യതയ്ക്കും അനുസരിച്ചാണ്
അവരുടെ പ്രസ്താവനകളും അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടാവുക. CPIM-ന്റെ നിലപാട് ഇപ്പോൾ ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. അത് പൊട്ടി വീണ ഒരു പുതിയ നിലപാടുമല്ല. അത് ഞങ്ങളുടെ നേരെയൊന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തിരിയുന്നതിനും എത്രയോ മുൻപ് ശരി, കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാം ഊഴത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ബിനീഷ് കൊടിയേരിയുടെ വിഷയം കൂടി ചർച്ചയ്ക്കെടുക്കാം. അതിനു മുൻപ് എനിക്ക് ജ്യോതികുമാർ ചാമക്കാല ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം പ്രേക്ഷകരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒന്ന് കാണാം. ഇനി ഒരു ഫോൺ കൂടെ കിട്ടാനുണ്ട്. ആ ഫോൺ എവിടെയുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. എനിക്കെതിരായിരുന്ന ആരോപണം, എനിക്ക് ആരോ ഐഫോൺ തന്നു. ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതെവിടെയാണ്, ആരുടെ കയ്യിലാണ് ജ്യോതികുമാർ ചാമക്കാല? അതിനോട് ഞാൻ അതിലേക്ക് വരാം. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് അറിയാം ആരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മറുപടി എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യാം? അങ്ങ് അതേ പാർട്ടിയിലല്ലേ? ഞാൻ അത് കൃത്യമായി മറുപടിയും പറയാം. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ, താങ്കൾ അസ്വസ്ഥനാകാതിരിക്കും, ഞാൻ പറയാമെന്നേ, ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ. നോക്കൂ, അതിനു മുമ്പ് ഇവിടെ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ പരമപ്രധാനമായി ഇന്നിപ്പോൾ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി ഇന്നലെ ഇന്നുമൊക്കെ അവിടെ ഡൽഹിയിൽ അല്ലെങ്കിൽ വെബിനാർ ഓൺലൈനിലൂടെ കൂടിയ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ CPM-ൻ്റെ സംസ്ഥാന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്ന വാചകം LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പിൻ്റെ ഹെഡിങ് തന്നെ. അപ്പോൾ ഇപ്പോൾ LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴാണല്ലോ, ഇപ്പോഴത്തെ പ്രസൻറ്റ് പൊസിഷനെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങളുടെ പഴയ നിലപാടാണ്, അതൊന്നുകൂടി പിന്നെ ഞങ്ങൾ അരക്കിട്ടുറപ്പിച്ചതേ ഉള്ളൂ എന്ന് പറയുന്ന വാദഗതിയോട് യോജിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം CPM-ൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ആദ്യം വ്യക്തത വരുത്തേണ്ടത്, ഈ കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയമായി വേട്ടയാടുന്നു, ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരെയാണ് വേട്ടയാടുന്നത്? നിങ്ങൾ പറയുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന് സർക്കാരുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. നിങ്ങൾ പറയുന്നു മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലുള്ള ബിനീഷ് കൊടിയേരിക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. അപ്പോൾ നിങ്ങളുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത രണ്ടു പേരെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അത് രാഷ്ട്രീയമായ വേട്ടയാടലാകുന്നത് എങ്ങനെ? അത് പരസ്പര പൂരകങ്ങളാകുന്നില്ല ഒരിക്കലും. അതിന് വ്യക്തത വരുത്തിയാൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. ഒറ്റ സംശയം. ഇത് കോൺഗ്രസിന്റെ നിലപാട് ഇങ്ങനെയല്ലല്ലോ. കോൺഗ്രസ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണല്ലോ ആവശ്യപ്പെടുന്നത്. ഇത് അന്വേഷണത്തിന്റെ മൊഴികളെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ നിലപാടല്ല ഞാൻ പറഞ്ഞതേ. ഞാൻ ചോദിക്കുന്ന CPM-ൻ്റെ പിന്നെ ദാരിദ്ര്യത്തെക്കുറിച്ചും രാഷ്ട്രീയമായി അവരുടെ നിലപാടുകൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ പാപ്പരത്വത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു, ഞാൻ പറയാം. ഞാൻ ചോദിച്ചത് CPM-ന്റെ നിലപാടിനെ കുറിച്ചാണ്, എന്റെ നിലപാടിനെ കുറിച്ചല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലല്ലോ ജ്യോതികുമാർ, എന്റെ സംശയമല്ല. ആ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങേക്ക് എന്നെ തിരുത്താം. ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുമ്പോൾ അതിൽ രാഷ്ട്രീയമായ ഒന്നും ഈ കോൺഗ്രസ് കാണുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊരു ആശയം നിങ്ങൾ ഉയർത്തേണ്ട ആവശ്യമില്ലല്ലോ. അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ, അതിനുശേഷം ഫലം വരുന്ന സമയത്ത് നമുക്ക് തീരുമാനിക്കാം. ഞങ്ങളുടെ നിലപാട് അതല്ലെന്നേ. നിങ്ങളൊരു പാർട്ടി നിലപാടെടുത്താൽ CPM-ന് പാർട്ടി നിലപാടെടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, CPM-ന്റെ നിലപാടാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ CPM-ന്റെ നിലപാടിലെ വൈരുദ്ധ്യാത്മകതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. താങ്കൾ ഒരു നിമിഷം ഒന്ന് ശാന്തരാകൂ, ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്നുകിൽ അവരെ പറയണം, ഞങ്ങളെ സംബന്ധിച്ച് ഇവരെ രണ്ടുപേരെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തതും ഇവരെ കസ്റ്റഡിയിലെടുത്തതും രാഷ്ട്രീയമായി മുതലെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായി മുതലെടുക്കുകയാണ് എന്ന് പറയണം. ഇല്ലെങ്കിൽ പറയണം രാഷ്ട്രീയമായി ഈ പ്രമേയത്തിന് എന്താ പ്രസക്തി? ഇപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ പ്രമേയം എന്ന് പാസ്സാക്കിയിട്ടുള്ളത്? ഇവർ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെയും അതുപോലെ മയക്കുമരുന്ന് കേസിലെയും പെട്ട ശിവശങ്കറിനും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ബിനീഷ് കൊടിയേരിക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്? നിങ്ങൾ അതിനു വേണ്ടിയാണോ അവിടെ യോഗം ചേർന്നിട്ടുള്ളത്? അപ്പോൾ അതിനകത്തൊരു വ്യക്തത വേണ്ടേ? ഇവിടെ നിങ്ങൾ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ ഇവിടെ കസ്റ്റഡിയിലെടുത്തുള്ളത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അല്ലല്ലോ. ഇവിടെ കസ്റ്റഡിയിലെടുത്തുള്ളത് സംസ്ഥാനത്തിന്റെ പാർട്ടി സെക്രട്ടറി അല്ലല്ലോ. ഇവിടെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് രണ്ട് കള്ളന്മാരെ, കൊള്ളക്കാരെ, ഇത്തരത്തിൽ അന്താരാഷ്ട്ര ക്രിമിനലുകളുമായി ബന്ധമുള്ളവരെയാണ്. അവരെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ CPM-നെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ പറയുന്നു എന്നതിലെ ആശയദാരിദ്ര്യവും പാപ്പരത്വവുമാണ് ഞാൻ തുറന്നു കാണിച്ചത്. അപ്പോൾ ആദ്യം വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരുത്തണം നിങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നു എന്തുകൊണ്ടാണ് ഇവരിപ്പോൾ ഇത്തരത്തിലേക്ക് പോകുന്നത്, ഇനി ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതിനെ സംബന്ധിച്ച് അവർക്കാർക്കും ഒരു സംശയമില്ല, നമുക്കാർക്കും ഒരു സംശയവുമില്ല. ഇതൊക്കെ അവർക്ക് അവരുടെ മുമ്പിൽ പൊളിറ്റിക്കലായിട്ടുള്ള രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നുകിൽ കുറ്റം പാർട്ടിയും കൂടി ഏറ്റെടുക്കുക, സർക്കാരും കൂടി ഏറ്റെടുക്കുക, ഇല്ലെങ്കിൽ അവരെ തള്ളി പറയുക. അപ്പോൾ രാഷ്ട്രീയമായി അവർക്കത് ചെയ്യാൻ കഴിയുന്നേ, അത് നമുക്ക് മനസ്സിലാവും, ബോധ്യപ്പെടും. അതിന് അവർ വേറെ രണ്ട് ചില കാര്യങ്ങൾ കൂടി പറയും. ഒന്ന്, മാധ്യമങ്ങൾക്ക് പ്രത്യേകമായ അജണ്ട ഉണ്ടെന്ന് പറയുന്നു, അതിനെതിരെ പ്രതിഷേധവുമായി വരുന്നു.
മറ്റു ഭാഗത്ത് കേന്ദ്ര ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നു. ഇത് അവർ ചെന്നപ്പെട്ടിരിക്കുന്ന ഈ വിവാദവും ഇതുമായി ബന്ധപ്പെട്ട് അവർ ചെന്നപ്പെട്ടിരിക്കുന്ന ആശയദാരിദ്ര്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇനിയും അന്വേഷണം മുന്നോട്ട് പോയാൽ ഒരു മിനിറ്റ് ഞാൻ തീരട്ടെ. ഞാൻ താങ്കളോട് ആദ്യം ചോദിച്ചപ്പോൾ താങ്കൾ സമ്മതിച്ചല്ലോ. ഇനിയും മുന്നോട്ട് പോയാൽ എന്നോട് ചോദിച്ചായിരുന്നു ഇത് ആരിലേക്കൊക്കെ എത്തും? സി എം രവീന്ദ്രനിലേക്ക് എത്തുമോ? കോടിയേരി ബാലകൃഷ്ണനിലെ മറ്റേതെങ്കിലും കുടുംബാംഗങ്ങളിലേക്ക് കൂടി എത്തുമോ എന്നൊക്കെയുള്ള സംശയം നിലനിൽക്കുകയാണെന്നേ. അപ്പോൾ വരാനിരിക്കുന്ന അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഈ കേന്ദ്ര ഏജൻസികളെ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇനി താങ്കൾ പറഞ്ഞാൽ ഞങ്ങളുടെ നിലപാടിനോട് താങ്കൾ യോജിക്കുന്നു, CPM യോജിക്കുന്നു, അതിനൊന്നും ഒരു തർക്കവുമില്ല. കാരണം കേന്ദ്ര ഏജൻസി ഇപ്പോൾ കഴിഞ്ഞ എന്താ പറയുന്നത് CPMന്റെ പിന്നെ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ കേരള ലോബി മാത്രമാണല്ലോ സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ച ദേശീയ തലത്തിൽ കോൺഗ്രസുമായൊരു യോജിപ്പുണ്ടാകാം എന്ന ആശയത്തെ എതിർത്തിരുന്നത്. ഇപ്പോൾ അതിന് പച്ചക്കൊടി കൊടുത്തിട്ടുണ്ടല്ലോ. എന്തേ നിലപാട് മാറിയത്? എന്തുകൊണ്ട് കേരളത്തിൻ്റെ കേരള സംഘത്തിൻ്റെ, അതായത് CPMലെ കേരള പിന്നെ ഗ്യാങ്ങിൻ്റെ നിലപാട് മാറി? അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് തന്നെ ഇത് ഒരു ഭീഷണിയായി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉള്ളപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ഇത്ര കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൂട്ടുനിന്നപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഇത്തരത്തിൽ നേരിട്ട് മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിനെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങ് കൊണ്ട് കയറുക CPMമാരെക്കാൾ ആവേശത്തിൽ. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മയക്കുമരുന്ന് കേസിലല്ല. ശരിയാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ED ആണ്. അദ്ദേഹത്തെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇനിയും ചോദ്യം ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇരിക്കെ CPIക്ക് ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ CPMനോട്. അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളും മാറ്റി വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ വിഷയമല്ല, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, അത് വേറെ ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ CPMന്റെ ഈ രണ്ടുപേരെ സംബന്ധിച്ചും വന്നിരിക്കുന്ന വിഷയങ്ങൾ ഇനി ഇതിനകത്ത് മറ്റു ഓപ്ഷൻ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് കൂടി ഒന്ന് വന്നാൽ എനിക്ക് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാനുള്ള സമയം ചുരുക്കം മൂലമാണ് ഞാൻ ഇതിലേക്കൊന്നും കിടക്കാത്തത്. എനിക്ക് ആ സൂചന തന്നാൽ മതി, ആ ഫോൺ ആരുടെ കയ്യിലാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ അതിലേക്ക് വരാം. നോക്കൂ, പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാൻ കേരളത്തിൽ ആർക്കും, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിനോട് നിയമപരമായി ചോദിക്കാൻ ആർക്കും അവകാശമുള്ളത്? അദ്ദേഹം തന്നെ സംസ്ഥാനത്തെ DGPക്ക് എഴുതി കൊടുത്തില്ലേ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ? അദ്ദേഹം തന്നെ രേഖാമൂലം പരാതി കൊടുത്തില്ലേ DGPക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ? അദ്ദേഹം DGക്ക് ഈ ഐഫോൺ ഇന്ന ആളുടെ കൈവശമുണ്ട് എന്ന് അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടോ? എന്നല്ല, അതിന് അദ്ദേഹത്തിന്റെ സഹായം പോലീസിന് ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കും. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അത് പറഞ്ഞാൽ അത് കൊടുക്കാം. ഈ അന്വേഷണത്തിലെ എല്ലാ പ്രതികളെയും ലൈഫ് മിഷനിൽ അല്ല സാർ, ഒരു സംശയം ശ്രീ ജ്യോതി, കോൺഗ്രസിന്റെ ഒരു MLA അനിലക്കരെ കൊടുത്ത കേസിലാണ് യൂണിടാക്കിന്റെ MD ഈ കോഴ കൊടുത്തിരിക്കുന്നത്. അതിലൊരു കോഴ, ഒരു ഐഫോൺ കോഴ ഈ പറയുന്ന ശിവശങ്കറിന്റെ കയ്യിലുണ്ട്. രണ്ടാമത്തത് പ്രതിപക്ഷ നേതാവിന് അറിയാമെന്ന് പറയുന്നു. അനിലക്കര തന്നെ കൊടുത്തിരിക്കുന്ന MLAയിലെ കേസിന് തെളിവായിട്ട് കൊടുക്കേണ്ടതാണ് പ്രതിപക്ഷ നേതാവ്. സ്വന്തം പാർട്ടിയിലെ MLA കൊടുത്ത കേസിന് തെളിവായി നൽകേണ്ട ഒരു സാധനം പരസ്യമായി അദ്ദേഹം പറഞ്ഞിട്ട് അന്വേഷണ ഏജൻസിക്ക് ഇതുവരെ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ താങ്കളൊന്ന് വെയിറ്റ് ചെയ്യുന്നേ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ ശിവശങ്കറിന്റെ കൈവശമുള്ള ഫോണിനെ സംബന്ധിച്ച് 99,900 രൂപ വിലയുള്ള ഏകദേശം 1 ലക്ഷം രൂപ വിലയുള്ള ഫോണാണ് ശിവശങ്കറിന് എന്താ പറയുന്നത് ഇത്തരത്തിൽ ഉപഹാരമായി കിട്ടിയിട്ടുള്ളതെങ്കിൽ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഉപഹാരമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹത്തിനേക്കാൾ താഴെയുള്ളവർക്ക് 1,14,000 രൂപയുടെ ഫോൺ കൊടുക്കില്ലല്ലോ. മിനിമം കോമൺ സെൻസ് കാത്തിരിക്കൂ. അല്ല, താങ്കൾ കാത്തിരിക്കൂ. അല്ലല്ല, ഇത് വരികയല്ലേ ഓരോ ദിവസം ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ആ ഐഫോൺ ഉള്ളത് ആരുടെ കയ്യിലാണെന്ന് തനിക്ക് അറിയാമെന്ന് പറയുന്നു. കേരളത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. അർണബ് ഗോസ്വാമി ചോദിക്കുന്ന പോലെ അല്ലെങ്കിലും കേരളത്തിന് അറിയാൻ ആഗ്രഹമുണ്ട് ആ ഫോൺ ആരുടെ കയ്യിൽ. അത് പ്രോപ്പർ ടൈമിൽ അദ്ദേഹം വെളിപ്പെടുത്തും. അതേതാണ് ആ പ്രോപ്പർ ടൈം സാർ? അതേതാണ് ഈ പ്രോപ്പർ ടൈം? അടുത്ത മെയ് മാസം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള തിങ്കളാഴ്ചയാണ്. അല്ല പ്ലീസ് നോക്കൂ അരുണേ, അങ്ങനെയൊന്നും ബാലിശമായി പോകല്ലേ. ഞാനും അരുണും കൂടി 24-ന്റെ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ടല്ല ആ സമയം തീരുമാനിക്കേണ്ടത്. അതൊക്കെ ഒരാൾ, അത് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പൊതുസമൂഹത്തോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു മന്ത്രിയെ കുറിച്ച്. പിന്നീട് ഒരു അനക്കവും കണ്ടില്ല. തിരുവനന്തപുരത്തുള്ള ആ മന്ത്രി ഏതാണ്? അവിടേക്കാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം വരുന്നത്. ആ സംശയത്തിന് ഉത്തരമാണെന്ന് CPM കേന്ദ്ര നേതൃത്വം തീർത്തത്. ഇത് രാഷ്ട്രീയമായിട്ട് അസ്ഥിരതപ്പെടുത്താൻ നിങ്ങൾക്കിങ്ങനെ ഉണ്ടയില്ലാ വെടി ഓരോ തലസ്ഥാനത്തും പോയി സമ്മേളനങ്ങളിൽ നടത്താനുള്ള അവസരം കേന്ദ്ര ഏജൻസി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് CPMന്റെ കണ്ടെത്തൽ. എങ്ങനെ അതിനെ തള്ളിപ്പറയാൻ പറ്റും? നോക്കൂ അരുണേ, അതിനെ സംബന്ധിച്ച് മന്ത്രിമാരുടെ ഇടപെടലുകളെ സംബന്ധിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് ജലീലിൽ എത്തിയതിനു ശേഷം ഇതിനെ സംബന്ധിച്ച് ജലീലിന്റെ അന്വേഷണം മുന്നോട്ട് പോകാത്തത്?
ജലീലിനെ സംബന്ധിച്ച് എനിക്ക് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് താങ്കളുടെ ചാനലിൽ ഞാൻ കണ്ടിരുന്നു. അതിനപ്പുറത്തേക്ക് അവിടെയൊക്കെയാണ് ഞങ്ങൾ ഒത്തുകളി സംശയിക്കുന്നത് പല കാര്യങ്ങളിലും. ഞാൻ ആ പോയിന്റിലേക്ക് വരാം. രണ്ടാം റൗണ്ടിലേക്ക് ഞാൻ വരാം. എനിക്ക് സുരേഷിനെ കൂടെ ഒന്ന് ചർച്ചയുടെ ആദ്യഘട്ടത്തിലേക്ക് ക്ഷണിച്ചതിന് ശേഷം ഞാൻ സ്വരാജിന് വഴങ്ങാം. കാര്യം സ്വരാജിന് താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കൈ ഉയർത്തുന്നത് ഞാൻ കണ്ടു.